പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നേന്ത്രപ്പഴം വെച്ച് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നല്ലപോലെ പഴുത്തിട്ടുള്ളൊരു 3 നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. നല്ലപോലെ പഴുത്തിട്ടുള്ള പഴം വേണം കേട്ടോ നമ്മൾ ഈ സ്നാക്കിന് വേണ്ടിയിട്ട് എടുക്കാൻ. പഴമൊന്ന് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂണോളം തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പോളം ചിരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. തേങ്ങ ഒരുപാട് കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 അച്ച ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുത്തതായിരുന്നു. അത് ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ തേങ്ങയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ആ ശർക്കരപ്പാനിയൊക്കെ വറ്റി തേങ്ങയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ പലഹാരത്തിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ പുഴുങ്ങാനായിട്ട് മാറ്റി വെച്ചിരുന്ന പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പുഴുങ്ങിയെടുത്ത പഴം തൊലി കളഞ്ഞ് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇത് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അരയാൻ ആവശ്യമായിട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതൊന്ന് ആദ്യം ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/4 കപ്പ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് ഒന്നങ്ങ് അരച്ചെടുക്കണം. ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടി പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പലഹാരം വെന്ത് വരാനായിട്ട് കുറേ ടൈം എടുക്കും. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഇത്രയൊരു തിക്നെസ്സിലാണ് കേട്ടോ മാവ് വേണ്ടത്, ഒരുപാട് ലൂസായി പോകരുത്. ഞാനിതിപ്പോൾ ഒറ്റത്തവണ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇത്രയൊരു തിക്നെസ്സിലാണ് കേട്ടോ മാവ് വേണ്ടത്, ഒരുപാട് ലൂസായി പോകരുത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇഡ്ഡലിച്ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുത്ത് ഇഡ്ഡലിത്തട്ടിലെ കുഴിയിലേക്കൊക്കെ നമുക്ക് കുറച്ച് ഓയിലോ അതല്ലെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കാം. ശേഷം ഓരോ കുഴിയിലേക്ക് നമ്മൾ അരച്ച് വെച്ച പഴത്തിൻ്റെ മാവുണ്ടല്ലോ അത് ഒരു പകുതിയോളം ഒഴിച്ചു കൊടുക്കാം. കുഴി ഫുള്ളാക്കി ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മളിതിലേക്ക് ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ പുറത്തേക്കൊക്കെ ഒലിച്ചു പോകും. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഒന്ന് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ശേഷം നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന ഫില്ലിങ്സ് ഇതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവായതുകൊണ്ട് ഒരു 20 മിനിറ്റോളമൊക്കെ എടുക്കും കേട്ടോ നമുക്കിത് വെന്ത് വരാനായിട്ട്. എല്ലാത്തിലും ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം ഞാൻ ഇഡ്ഡലി ചെമ്പിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് തട്ടിൽ നിന്നൊക്കെ എടുത്ത് മാറ്റാനായിട്ട്. ചൂടോട് കൂടി ഇതൊരു ഒട്ടുന്ന പരുവത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് തട്ടിൽ നിന്നൊക്കെ എടുത്ത് മാറ്റാനും അതുപോലെ തന്നെ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പഴവും അരിപ്പൊടിയൊക്കെ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.